നവാസ് റഫീഖ് ചോദിച്ച അവസാനത്തെ ചോദ്യത്തിനുള്ള മറുപടി കൂടി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വയനാട്ടിൽ ഏത് ഭൂമി ഇത്തരം വലിയൊരു കമ്മ്യൂണിറ്റി ടൗൺഷിപ്പിന് വേണ്ടി എടുത്താലും ആ സ്ഥലത്തിന് രണ്ടു പ്രധാനപ്പെട്ട കടമ്പകൾ കടക്കണം. ഒന്ന്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ ദുരന്ത ഭീഷണി ഇല്ലാത്ത പ്രദേശമാവണം. രണ്ടാമത്തത്, അത് നിയമക്കുരുക്കിൽ പെടാത്ത സ്ഥലമാവണം. അങ്ങനൊരു സ്ഥലം കണ്ടുകിട്ടില്ല, നിയമക്കുരുക്കിലൂടെ പോവേണ്ടി വരും, സ്വാഭാവികമായ കാലതാമസം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, 10 MP-മാരാണ് ഇതുവരെ ആകെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേർ മാത്രമാണ് UDF നിന്നുള്ളത്. അതിലൊരാൾ കോൺഗ്രസിൽ നിന്നുള്ള ഷാഫി പറമ്പിൽ 25 ലക്ഷം, മറ്റൊന്ന് RSP നേതാവ് പ്രേമചന്ദ്രൻ. മുസ്ലിം ലീഗിൽ നിന്ന് ഒരു MP പോലും അവിടെ നേരിട്ട് പണം ഈ രീതിയിൽ MP-മാരുടെ ഫണ്ട് എന്ന നിലയിൽ കൈമാറിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി പോലും കൈമാറിയിട്ടില്ലല്ലോ എന്നാണ് CPM-ന്റെ വിമർശനം. മറുപടി പി. കെ. നവാസ്. ശ്രീ അരുൺകുമാർ, ആദ്യമായി ഈ ചർച്ചയെ അവസാനത്തിലേക്ക് പോവുകയാണ്. 2 മിനിറ്റ് സമയമാണ് ഇതുവരെ എനിക്ക് ലഭ്യമായത്. ആവശ്യമായ സമയം തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ശ്രീ റഫീഖിൻ്റെ പരാമർശം ഏറെ കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ കേരളം മുമ്പേ ചർച്ച ചെയ്താണല്ലോ. കോൺഗ്രസിനെ മുഴുവൻ MP-മാർ 100 വീട് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടി അവർ കൊടുക്കാമെന്ന്, അവരുടെ ശമ്പളം കൊടുക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ബാക്കി കാര്യങ്ങൾ വരും വഴിക്ക് അവർ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ 100 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ 100 വീട് പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഒരു പ്രവർത്തനം നടത്തി പോകുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു തുരങ്കം വെക്കുന്ന രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന രീതി ശരിയല്ല. 1. 2, ഇന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. 25,64,00,000 രൂപയാണ് ആകെ ഇതുവരെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെലവഴിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. ഈ 25,64,00,000 രൂപ ചെലവഴിച്ചത് എന്തിനൊക്കെയാണ്? വാടക ഇനത്തിൽ കൊടുത്തതാണ്, മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെ ചെലവാണ്, ഇവരുടെ ക്യാമ്പുകളിൽ ചെലവാക്കിയ പണമാണ്, മരണപ്പെട്ടുപോയ കുടുംബാംഗങ്ങൾക്ക് കൊടുത്ത തുകയാണ്. ഞാൻ ചോദിക്കുന്ന 740 കോടി രൂപയുണ്ടല്ലോ ശ്രീ റഫീഖ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വയനാട്ടുകാരായ ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഒരു കൂപ്പൺ അല്ലേ നിങ്ങളെ ഗവൺമെൻറ് കൊടുത്തത്? 8 മാസമായി സപ്ലൈകോയിൽ നിന്ന് ഒരു കൂപ്പൺ കൊടുത്ത് ബാക്കി 8 മാസക്കാലം ഇവരെങ്ങനെ ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ് ആലോചിച്ചോ? 740 കോടി രൂപ ജനങ്ങൾ കൊടുത്ത പണം സർക്കാരിൻ്റെ ഖജനാവിലിരിക്കുമ്പോൾ, സർക്കാരിൻ്റെ ട്രഷറിലിരിക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നില്ലേ? എന്നിട്ട് അത് ആലോചിക്കാതെ ഇത്തരം വിമർശനം ഉന്നയിക്കാണോ? 300 രൂപ ഡെയിലി വേജസ് കൊടുക്കുന്ന 3 മാസം കൊടുത്ത് ബാക്കി 5 മാസം ഇവരെങ്ങനെ ജീവിച്ചു എന്നതിനെക്കുറിച്ച് ഈ ഗവൺമെൻറ് കൺസേൺ ഉണ്ടാകണ്ടേ? മരുന്നുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വയനാട്ടുകാരനാണല്ലോ, നിങ്ങൾക്കറിയാലോ ആരാ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത്, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചത്? വയനാട്ടിലുള്ള വിംസും കോഴിക്കോടുള്ള ഇക്ക ഹോസ്പിറ്റലും ആയിരുന്നില്ലേ? എന്താ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത്? എനിക്കറിയാം, തമിഴ്നാട്ടിലുള്ള ഒരു പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടി അവർ 40,000 രൂപ വെച്ച് ഗവൺമെൻറ് കണ്ടെത്തിയ 82 രോഗികൾക്ക് കൊടുത്തു. 1 രൂപ കൊടുക്കാൻ ഈ ഗവൺമെൻറ് സാധ്യമായോ? 740 കോടി രൂപ ഖജനാവിൽ അടയിരുന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്? ചികിത്സയ്ക്ക് വേണ്ടി ഗുരുതരമായ പരിക്ക് പറ്റി 116 പേർ ചികിത്സ എടുക്കുമ്പോൾ അതിൽ 42 പേർക്ക് തുടർ ചികിത്സ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ പണം അനുവദിക്കാൻ UDF-ന്റെ MLA-മാർ സമരം ചെയ്യേണ്ടി വന്നില്ലേ? എന്നിട്ട് 42 പേരുടെ തുടർ ചികിത്സക്ക്, പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സക്ക് എല്ലാവർക്കും കൂടി ഗവൺമെൻറ് മാറ്റിവെച്ചത് 5 ലക്ഷം രൂപയല്ലേ? ഗവൺമെൻറ്റിന്റെ ഖജനാവിൽ നിന്ന് പോലും അല്ലല്ലോ ഈ പണം കൊടുക്കുന്നത്, ജനങ്ങൾ പിരിച്ചു വന്ന പണത്തിൽ നിന്നല്ലേ നിങ്ങളിത് കൊടുക്കുന്നത്? അവിടെ നിങ്ങൾ പിഷ്കൊത്തരം കാണിച്ച് അവിടെ ആ പണത്തെ ചെലവഴിക്കുന്നതിൽ മടി കാണിച്ചിരിക്കുന്ന നിങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 10-60ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തിൽ MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, MBA പഠിക്കുന്ന കുട്ടികളുണ്ട്, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. 1 രൂപ ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല ശ്രീ അരുൺകുമാർ. നമ്മൾ അറിയണ്ടേ, 740 കോടി രൂപ ജനങ്ങൾ കൊടുത്ത പണത്തിൽ നിന്ന് 1 രൂപ കൊടുക്കാതെ 8 മാസക്കാലം ഇവർ എന്തെടുക്കായിരുന്നു? അവസാനം മലബാർ ഗോൾഡാണ് ആ വിദ്യാർത്ഥികളുടെ പഠനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സർക്കാർ ജോലി കൊടുക്കുന്ന കാര്യം പറഞ്ഞു. 14 സർക്കാർ ജോലി കൊടുക്കാൻ ഗവൺമെന്റ് പറഞ്ഞ നോംസ് പ്രകാരമുള്ള 14 പേരുണ്ട്. ഒരു കുടുംബത്തിലെ 11 പേര് മരണപ്പെട്ടു പോയ അവശേഷിക്കുന്ന നൗഫലുണ്ട്. ഒരാൾക്കല്ലേ കൊടുത്തത്? അതിന് വലിയ PR വർക്ക് നടത്തി കേരളം മുഴുവൻ കൊണ്ട് നടന്നില്ലേ? ബാക്കി 14 പേരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺസേൺ ഈ ഗവൺമെന്റ് എടുത്തില്ലല്ലോ. അവസാനം ലോണുമായി ബന്ധപ്പെട്ട് BJP ഗവൺമെന്റ് ചെയ്തൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് രാവിലെ അരുൺകുമാർ വാർത്ത വായിക്കുമ്പോൾ കേരളത്തിന്റെ റവന്യൂ മന്ത്രി പറഞ്ഞ എന്താണ്? 180 ചില്ലാനം കുടുംബങ്ങളിലായി 30 കോടി രൂപയുടെ ലോണാണ് ഉള്ളത്. നിലവിൽ മൊറട്ടോറിയമാണ്, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അടയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ്. അത് ആലോചിക്കുന്നുള്ളൂ. 8 മാസം കഴിഞ്ഞ് ഗവൺമെന്റ് ആലോചിക്കുന്നുള്ളൂ. BJP ഗവൺമെന്റ് നമുക്ക് വിടാം, സെൻട്രൽ ഗവൺമെന്റ് പോട്ടെ, അവരിതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. 740 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് 30 കോടിയുടെ ലോൺ അടയ്ക്കാൻ കഴിയാതെ ഈ ജനങ്ങളെ മുൻപിലേക്ക് ഈ പറയുന്ന മൊറട്ടോറിയം കഴിഞ്ഞ ആളുകൾ രണ്ടാമത് ബാങ്കുകാർ പ്രയാസപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ അത് ചെലവാക്കാൻ മടിച്ചു നിൽക്കുന്ന ഈ ഗവൺമെന്റ് എന്ത് മര്യാദയാണ് വയനാട്ടുകാരോട് കാണിച്ചത് എന്ന് പറയുന്നത്? എന്തിനേറെ, കുടുംബശ്രീയുടെ മൈക്രോ ഫാമിലി പ്രൊജക്റ്റിലേക്ക് 6.5 കോടി രൂപയെ ചോദിച്ചുള്ളൂ. ഈ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ വീടിനകത്ത് തൊട്ടടുത്ത് ഷോപ്പുകൾ തുടങ്ങാൻ, ചെറിയ
ചെറിയ പദ്ധതികൾ തുടങ്ങി ഒരു കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ മൈക്രോ ഫാമിലി പ്രൊജക്റ്റിലേക്ക് 6.5 കോടിയുടെ പ്രോജക്റ്റ് കൊടുത്തിട്ട് ₹1 കൊടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഈ ജനങ്ങളോട് ഒരു നീതി കാണിക്കാത്ത ഒരു സർക്കാർ, ഞങ്ങളത് പറയാതിരിക്കുന്നത് ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. റഫീഖ് പറയാണ് പ്രതിപക്ഷത്തിന്റെ ആളുകൾ സഹകരിച്ചില്ല എന്ന്. എന്ത് വാദം നിങ്ങൾ ഉന്നയിക്കുന്നത്? ഇത്തരം നിരന്തരമായി കഴിഞ്ഞ 8 മാസക്കാലം ഒരു ജനതയോട് അനീതി കാണിച്ചവരാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ചെയ്തൊരു കാര്യം എന്താണ്? ഗുണഭോക്തൃ ലിസ്റ്റ് പൂർത്തീകരിച്ചു, അതാണ് നിങ്ങൾ ചെയ്തൊരു കാര്യം. ആ ലിസ്റ്റിനെ കുറിച്ച് തന്നെ എന്താ വയനാട്ടുകാരുടെ അഭിപ്രായം? നോക്കൂ, നിങ്ങൾ 900 കുടുംബങ്ങളെയാണ്, അരുൺകുമാർ 900-ൽ പര കുടുംബങ്ങളെയാണ് നമ്മൾ മാറ്റി പാർപ്പിച്ചത്. അതിൽ 722 കുടുംബങ്ങളോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകരുത്, വാടകപ്പുരയിൽ താമസിക്കണമെന്ന്. ആ മുഴുവൻ ആളുകൾക്കും കൃത്യമായി വാടക കൊടുക്കാൻ ഈ ഗവൺമെന്റ് സാധ്യമായിട്ടില്ല. അതിൽ 440 കുടുംബങ്ങളെയാണ് നിലവിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വളരെ അത്ഭുതപ്പെടുന്ന ഒരു കണക്ക്, ദുരന്ത ഭൂമിയിൽ നിന്ന് അതിനേക്കാൾ ദുരന്തമായ 2 വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, നമുക്കറിയാം ബെയിലി പാലത്തിന് അപ്പുറത്ത് താമസിക്കാൻ പാടില്ല, ഗവൺമെന്റ് നിലവിൽ പറഞ്ഞതാണ്. കൃഷിക്ക് പോകുന്നവർ തന്നെ 3 മണിക്ക് മുൻപായി തിരിച്ചു വരണം എന്നാണല്ലോ പറയുന്നത്. എന്നാൽ ബെയിലി പാലത്തിന് അപ്പുറത്തുള്ള ആളുകൾ ഗുണഭോക്തൃ ലിസ്റ്റിലില്ല. ഇതെന്ത് വിചിത്രമായ വാദമാണ്, ഇതെന്ത് വിചിത്രമായ ലിസ്റ്റാണ്. നോക്കൂ, നിങ്ങൾ ഈ ബെയിലി പാലത്തിന് അപ്പുറത്ത് താമസിക്കാൻ പാടില്ല എന്ന് സർക്കാർ പറയാണ്. നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറയാം. പൂർത്തീകരിക്കാൻ അനുവദിക്കണം. പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം, മുണ്ടക്കൈയിലെ വാർഡ് 11, ഞാൻ പറയട്ടെ, മുണ്ടക്കൈ വാർഡ് 11, ഞാൻ അവരുമായി സംസാരിച്ചു. സിറാജ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ കുടുംബം ഈ ലിസ്റ്റിലുണ്ട്. എന്നാൽ തൊട്ട് അതേ പാടിയിൽ താമസിച്ച റഷീദിന്റെ കുടുംബം ഈ ലിസ്റ്റിലില്ല. ഇതെന്താ സംഭവിക്കുന്നത്? ഒരേ പാടിയിൽ താമസിച്ച 2 കുടുംബം, ഒരാളുടെ കുടുംബനാഥൻ മരണപ്പെട്ടു പോയി, ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നത് ഇവരെ അത്തരം ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണമാണോ? എന്ത് ലിസ്റ്റാണ് ഇവർ ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്നില്ല. നോക്കൂ, ഈ 9 പാടികൾ തകർന്നു പോയിട്ടുള്ള അട്ടമല ഭാഗത്ത് 7 പാടി ലിസ്റ്റിലില്ല, 2 പാടി ആളുകൾ ജനങ്ങളോട് കാണിക്കുന്നത്. Debate with Dr. Arun Kumar.